കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ കൊല്ലത്തൊരു സ്കൂളിൽ ഹെഡ് മാസ്റ്റേഴ്സിനെതിരെ ഉണ്ടെങ്കിൽ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 30ഓളം വരുന്ന മുസ്ലിം കുട്ടികൾക്കുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ നിരോധിച്ചു എന്നുള്ള രീതിയിൽ ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം അന്വേഷണമൊക്കെ വന്ന സമയത്താണ് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് CT ഈപ്പച്ചൻ മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളാണ് കൊല്ലത്തുള്ളത്. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അധ്യായ വർഷത്തിലും കുറേ ആവശ്യത്തിലുള്ള ഒരു കുട്ടികളെ ഇത്രയും കണക്ക് വേണമല്ലോ, അതിൽ താഴോട്ട് വരുമ്പോഴാണ് സ്കൂൾ അടച്ചു പൂട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടികളെ കൊണ്ടുവരുന്നുള്ള രീതിയിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ഇതിനു വേണ്ടി കുട്ടികളെയൊക്കെ പോയി കണ്ടുപിടിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറേയധികം കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ മതപഠനം നടത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഇതേ കണക്ക് ടീച്ചേഴ്സൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനെ പറ്റിയൊക്കെ. അങ്ങനെ ഇതേ കണക്ക് സ്കൂളിൽ കുട്ടികളെ പ്രവേശന ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്നുള്ള രീതിയിൽ അഡ്മിഷൻ്റെ എടുക്കാൻ നേരത്തുണ്ടെങ്കിൽ ഈ ഹെഡ് മിസ്ട്രസ് ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും വരുമോ എന്നുള്ള രീതിയിലൊക്കെ. വരുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിലപ്പോൾ വെള്ളിയാഴ്ച വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ഈ ഒരു ഹെഡ് മിസ്ട്രസ് ഉണ്ടെങ്കിൽ പറയുകയാണ് മുസ്ലിമായിട്ടുള്ള ഈ കുട്ടികൾക്കൊന്നും ഇവിടെ അഡ്മിഷൻ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ PT പ്രസിഡൻ്റൊക്കെ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അഡ്മിഷൻ കൂടെ അവർ വന്നോളും, അവരങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇവിടെ മുസ്ലിം കുട്ടികൾക്ക് ഇതേ കണക്ക് അഡ്മിഷൻ തരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിനെതിരെ ടീച്ചർമാരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പാർട്ടിക്കാരെല്ലാം വന്ന് ഈ ഒരു ഹെഡ് മിസ്ട്രസിനെ ചോദ്യം ചെയ്യുന്നതൊക്കെ. ആ ഒരു സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ആർക്കും നിഷേധിച്ചിട്ടില്ല, വന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ന്യായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇവർ ഇതേ കണക്കൊരു പരാമർശം നടത്തി എന്നുള്ളത് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും PTA പ്രസിഡൻ്റ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം കണ്ട് തന്നെ കുറേയധികം കുട്ടികൾ അവിടുന്ന് സ്കൂൾ മാറിപ്പോയി എന്ന് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും.